ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞ ആദ്യ പാഠഭാഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സമാന്തര ശ്രേണികളിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമ്മൾ ചില ഇക്വേഷൻസ് ഒക്കെ പഠിച്ചാൽ മതി, പെട്ടെന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊതുവ്യത്യാസം, പിന്നെ അങ്ങനെ നമ്മുടെ ഒരു ശ്രേണികളെ കുറിച്ചിട്ടാണല്ലോ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ജാതീയ രൂപങ്ങളുടെ ശ്രേണി തന്നെ ആദ്യം എടുത്തു തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം, എക്സെട്ര. അപ്പോൾ ഒരു ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട്? ത്രികോണത്തിലെ വശങ്ങളുടെ എണ്ണം നമുക്കറിയാം. ജസ്റ്റ് ഒരു ത്രികോണം വരച്ച് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, മൂന്ന് വശങ്ങളുണ്ട് ഒരു ത്രികോണത്തിന്. സമചതുരത്തിന് 4 വശങ്ങളുണ്ട്. സമപഞ്ചഭുജത്തിന് പഞ്ചം നീക്കുമ്പോൾ തന്നെ നമുക്കറിയാം 5ആണെന്ന്, അപ്പോൾ 5 എഴുതാം. പിന്നെ നമുക്കൊന്ന് എഴുതിയില്ല, അപ്പോൾ എക്സെട്ര ഇട്ട് കൊടുക്കാം. പിന്നെ ഈ വശങ്ങളിലായിട്ടുള്ളതിൻ്റെ അകക്കോണുകളുടെ തുക നമുക്ക് കാണാം. അപ്പം ഒരു ത്രികോണത്തിൻ്റെ അകക്കോണിൻ്റെ അകക്കോണിൻ്റെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 180 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ എന്തായിരിക്കും? സമചതുരത്തിന് നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. സമചതുരം എന്ന് പറയുമ്പോൾ അതിൽ 2 ത്രികോണങ്ങളുണ്ട്. നമ്മളിങ്ങനെ ഒരു സമചതുരം വരച്ചിട്ട് 2ആയിട്ട് ഇങ്ങനെ ഭാഗിച്ച് നോക്കാം. അപ്പോൾ 2 ത്രികോണം കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 × 180 എഴുതാം. അതായത് 360 നമുക്ക് കിട്ടും. ഇനി സമപഞ്ചഭുജം, സമപഞ്ചഭുജത്തിനാണെങ്കിൽ 3 ത്രികോണങ്ങളുണ്ട്. അപ്പോൾ അതെങ്ങനെ എഴുതാം? നമുക്ക് 3 × 180 എഴുതാം. അത് 540 നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്കൊരു ശ്രേണിയായിട്ട് എഴുതാണെങ്കിൽ 180, 360, 540 എന്ന് എഴുതാലോ. അപ്പോൾ അകക്കോണിൻ്റെ കാര്യം നമുക്ക് പിടികിട്ടി. 180, 360, 540 ആണെന്ന്. ഇനി നമ്മൾ പുറംകോണിൻ്റെ കാര്യം എഴുതാൻ പോകണമാണ്. പുറംകോണുകൾ ത്രികോണത്തിൻ്റെ ആയാലും സമചതുരത്തിൻ്റെ ആയാലും സമപഞ്ചഭുജത്തിൻ്റെ ആയാലും പുറംകോണുകൾ എന്ന് പറയുന്നത് എല്ലാത്തിനും 360, 360 എക്സെട്ര ഇങ്ങനെയായിരിക്കും വരാൻ പോണേ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ അകക്കോണിൻ്റെ അളവാണ്. അപ്പോൾ അകക്കോണിൻ്റെ അളവ് കാണാനായിട്ട് നമ്മൾ അകക്കോണിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ = ഈ 180. ഈ 180ന് നമ്മുടെ ഒരു ത്രികോണത്തിൻ്റെ തുക ബൈ വശങ്ങളുടെ എണ്ണം ചെയ്താൽ മതി. അപ്പം 180/3, പിന്നെ 360/4, 540/5 അങ്ങനെ ചെയ്യാം. പിന്നെ ഇനി പുറംകോണിൻ്റെ ആണെങ്കിലോ, പുറംകോണിൻ്റെ അളവ് എന്ന് പറയുന്നത് 360 ആണല്ലോ ഓൾറെഡി എല്ലാത്തിനും. അപ്പോൾ 360/3, 360/4, 360/5 അങ്ങനെ ആൻസർ എക്സെട്ര അങ്ങനെ ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന് പഠിച്ചു. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ 10 ഒരു ചോദ്യമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ആ ചോദ്യത്തിന് ആൻസർ കണ്ടുപിടിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.